ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അതുപോലെ മൂന്നാല് സ്റ്റോക്സുകളുടെ ടെക്നിക്കൽ ലെവൽസ് ആണ് നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടിയുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ ലെവൽസ് നോക്കാം. അപ്പോൾ നിഫ്റ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽസ് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം. 22,148, 22,134, പിന്നെ 22,099, 22,093, പിന്നെ അടുത്തത് 22,053, 22,033 ആണ്. അപ്പോൾ നാളെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ, അതായത് 22,099 ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതായത് 22,134 ലെവലൊക്കെ. അതല്ല മാർക്കറ്റ് താഴേക്കാണെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ, അതായത് 22,033 താഴേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലെവൽസ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. അപ്പം ബാങ്ക് നിഫ്റ്റി നമുക്ക് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഈ ഒരു ഹൈകൾ നമ്മൾ കണക്ട് ചെയ്ത ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ താഴെ ഈ ലോകൾ നമ്മൾ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ കൂടി മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തെ ലെവൽസ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് കാണിക്കുകയാണെങ്കിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല താഴേക്കാണ് ബ്രേക്കൗട്ട് നടക്കണമെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഡൗൺ സൈഡ് പോകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ലെവൽസ് ചാർട്ടിൽ മാർക്ക് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബ്രേക്കൗട്ടിൽ തന്നെ ബൈയോ സെല്ലോ എടുക്കരുത്. നമ്മൾ അടുത്തൊരു ക്യാൻഡിലും കൂടി വാച്ച് ചെയ്യണം. ആ ഒരു ക്യാൻഡിലും നമ്മുടെ ആ ലെവൽസിന് താഴെയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ മുകളിലാണെങ്കിൽ മാത്രമേ എൻട്രി എടുക്കാവൂ. ഇനി അടുത്ത് നമ്മൾ സ്റ്റോക്സുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്സ് ഇൻഡസ് ടവർ ആണ്. അപ്പോൾ ഈ ഇൻഡസ് ടവർ കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ അപ് ട്രെൻഡിൽ പോയിരുന്ന സ്റ്റോക്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ലോ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെങ്കിൽ നല്ല രീതിയിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് ഇൻഡസിൻ്റെ ബാങ്ക് ആണ്. അപ്പോൾ ഇൻഡസിൻ്റെ ബാങ്കും കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ അപ് ട്രെൻഡിൽ പോയൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതും നമുക്ക് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻഡസിൻ്റെ ബാങ്കും ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് അപ്സൈഡ് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല താഴെയാണ് ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് ഇതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം, ഈ ബ്രേക്കൗട്ട്സ്. അടുത്തത് ജിയോഫിൻ ആണ്. ഇപ്പോൾ ജിയോഫിൻ നമുക്ക് ഈ ഹൈ തമ്മിൽ കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ലോകൾ തമ്മിൽ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനോട് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജിയോഫിൻ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് അപ്സൈഡ് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല താഴേക്കാണ്, അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് ITC ആണ്. അപ്പോൾ ITC നമ്മൾ മുമ്പ് തന്നിരുന്ന ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ അപ്സൈഡ് പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടെ ഈ ലോകൾ നമ്മൾ കണക്ട് ചെയ്ത ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ITC ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഈ ലെവലിൽ റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല താഴേക്കാണ് ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ വരാനും ചാൻസ് ഉണ്ട്.
അപ്പോൾ ITC ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ 4 സ്റ്റോക്സിലാണ് നമ്മൾ നാളത്തേക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ന്യൂസ് ഉള്ള സ്റ്റോക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ന്യൂസ് ഉള്ളത് KEC ഇൻ്റർനാഷണൽ ആണ്. അപ്പോൾ KEC ഇൻ്റർനാഷണലിന് 1400 കോടിയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അടുത്ത ന്യൂസ് ഉള്ളത് മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിനാണ്. അപ്പോൾ മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിന് മുംബൈ പോർട്ട് അതോറിറ്റിയിൽ നിന്ന് 29 വർഷത്തെ പാട്ടത്തിന് 354 കോടി രൂപയ്ക്ക് 14.6 ഏക്കറും ഒരു കെട്ടിടവും കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്തത് വെൽസ്പൺ കോർപ്പാണ്. അപ്പോൾ വെൽസ്പൺ കോർപ്പിന് 2039 കോടിയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അടുത്ത ന്യൂസ് ഉള്ളത് മാൻ ഇൻഫ്ര കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ മാൻ ഇൻഫ്ര കൺസ്ട്രക്ഷന് 2100 കോടി രൂപ വരുമാന സാധ്യതയുള്ള മുംബൈയിലെ മറൈൻ ലൈനിലുള്ള ഒരു ലക്ഷറി റെസിഡൻഷ്യൽ പ്രൊജക്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്തത് TVS ഹോൾഡിങ്സിനാണ്. അപ്പോൾ TVS ഇൻട്രീം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 94 രൂപയാണ് പെർ ഷെയറിന് ഇൻട്രീം ഡിവിഡൻഡ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് വരുന്നത് April 2 ആണ്. അടുത്ത ന്യൂസ് ഉള്ളത് പ്രസ്റ്റേജ് എസ്റ്റേറ്റ് പ്രൊജക്ട്സ് ആണ്. അപ്പോൾ പ്രസ്റ്റേജ് എസ്റ്റേറ്റ് പ്രൊജക്ട്സ് NCRൽ നിന്ന് 62.5 ഏക്കർ ഏറ്റെടുത്തിട്ടുണ്ട് 468 കോടി രൂപയ്ക്ക്. പിന്നെ അടുത്ത ന്യൂസ് ഉള്ളത് ഗെൻസോൾ എഞ്ചിനീയറിംഗിനാണ്. അപ്പോൾ ഗെൻസോൾ എഞ്ചിനീയറിംഗിന് 520 കോടി രൂപയുടെ ഓർഡർ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ന്യൂസ് ഉള്ള സ്റ്റോക്സുകൾ. അപ്പോൾ ഇതും ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.